ജോഹാരി വിൻഡോ എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ തിയറി ഉണ്ട്. 2 സൈക്കോളജിസ്റ്റുകൾ കണ്ടുപിടിച്ച എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും 4 അറകളുണ്ട് എന്നാ. ഞാനിത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും 4 അറകളുണ്ട് എന്നാ. ഒന്നാമത്തെ അറ എന്താണെന്നറിയോ? എൻ്റെ ഉള്ളിൽ 4 അറകളുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അറ എനിക്ക് നന്നായി അറിയാം, നാട്ടുകാർക്കൊന്നും അറിയില്ല, അങ്ങനെ ചില കാര്യങ്ങൾ എൻ്റെ ഉള്ളിലുണ്ട്. രണ്ടാമത്തേത് നാട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, എനിക്ക് മാത്രം മനസ്സിലായിട്ടുണ്ടാവില്ല. മൂന്നാമത്തേത് എന്താ? നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും, എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബ്ലൈൻഡ് അറ, കോമൺ അറ, ഹിഡൻ അറ എന്നൊക്കെ പറയാം. എന്നാൽ 4ാമത്തെ ഒരു അറ ഉണ്ടടാ. അതെന്താണെന്നറിയോ? നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, എനിക്കും മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ എന്താണ്. അങ്ങനെ മരിച്ചുപോയ കോടിക്കണക്കിന് മനുഷ്യർ കിടന്നുറങ്ങുന്ന മണ്ണാണടാ ഈ ഭൂമി. ആ ഭൂമിയിൽ ഒരു മണ്ണാകാനാണ് നമ്മൾ പുറപ്പെടുന്നതെങ്കിൽ പിന്നെ എന്തിനാണോ നമ്മൾ വന്നത്? നമ്മൾ എന്തോ ഒരു കാര്യം ചെയ്യാൻ വന്നതാ. അതെന്താണെന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ദാഹം വരും. ഒരു സമയം വരുമ്പോൾ നമ്മൾ എന്തിനാണ് വന്നത് എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ദാഹം വരും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അത് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ? നമുക്ക് അതുകൊണ്ട് പൈസ വേണ്ട, ഒന്നും വേണ്ട, പൈസ വേണ്ട, പ്രശസ്തി വേണ്ട, ഒന്നും വേണ്ട, നമുക്കത് ചെയ്താൽ മതി. അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ? മിക്കവാറും അതായിരിക്കും ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ അയാൾ എന്തിനാണ് വന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം. അയാൾക്ക് അത് ചെയ്യാൻ പറ്റാതെയാണ് അയാൾ ജീവിക്കണതെങ്കിൽ അയാളുടെ ഉള്ളിൽ ഭയങ്കര ശൂന്യത ഉണ്ടാവിടാ. അയാൾ എത്ര പൈസക്കാരനായിട്ടും കാര്യം ഉണ്ടാവില്ല, അയാളുടെ ഉള്ളിലൊരു ശൂന്യത ഉണ്ടാവും.